കോണക്കി ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തിനൊപ്പം ഈ ലലീഗ നടക്കുന്നത് ആക്കൂടി മൊത്തത്തിലൊരു കലങ്ങി മറിഞ്ഞൊരു ടൈറ്റ് റേസിലോട്ടാണ് ഇപ്പം ലലീഗ മത്സരങ്ങൾ കടന്നു പോകുന്നത്. ഇന്നലെ തന്നെ റയൽ മാഡ്രിഡ് ഈ സീസണിൽ വലൻസിയയ്ക്ക് ആദ്യത്തെ ഒരു എവേ മത്സര വിജയമാണ് ഇപ്പം സാന്റിയാഗോ ബെർണബിയിൽ വെച്ച് വലൻസിയ നേടുന്നത്. ബാർസലോണയ്ക്കെതിരെ ഒരു വ്യക്തമായ ഒരു പ്രഷർ കൊടുക്കേണ്ട ഒരു മത്സരം 2-1 റയൽ മാഡ്രിഡ് തോറ്റിരിക്കുകയാണ്. അതുപോലെ തന്നെ റയൽ മാഡ്രിഡിനെതിരെ വ്യക്തമായ ഒരു 6 പോയിന്റ് ലീഡ് എടുക്കേണ്ട ഒരു മത്സരത്തിൽ റയൽ ബാറ്റിസിനോട് 1-1 സമനിലയിൽ ബാർസലോണയും ഇന്നലെ കളി അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഗോൾ അടിച്ചിരിക്കുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡാണ്. കാരണം 57 പോയിന്റ് അത്രയുമായിട്ട് ഒരു കളി കുറച്ചവർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ കളി വിജയിക്കുകയാണെങ്കിൽ 60 പോയിന്റായി 3-ാം സ്ഥാനത്ത് വരാം. അതുപോലെ തന്നെ റയൽ മാഡ്രിഡിനുള്ള പോയിന്റ് വ്യത്യാസം 3 പോയിന്റായിട്ട് കുറയ്ക്കാം. അതുപോലെ തന്നെ ബാർസലോണയുമായിട്ടുള്ള പോയിന്റ് വ്യത്യാസം അവർക്ക് 4 പോയിന്റായിട്ട് കുറയാം. അങ്ങനെ ഒരു ടൈറ്റിൽ റേസ് ഈ ഒരു സീസണിൽ കാണാതെ ഇരിക്കുള്ളൊരു ഒരു ത്രില്ലിംഗ് ടൈറ്റിൽ റേസിലൂടെയാണ് കടന്നു പോകുന്നത്. മറ്റൊരു നോക്കുകയാണെങ്കിൽ ആസ്നൽ ഗിയോപ്പ് ചെയ്തിരിക്കുകയാണ്. ആസ്നൽ അടിയറ പറഞ്ഞിരിക്കുകയാണ്. ആസ്നൽ പഴയ ആസ്നൽ തന്നെയാണ്, അവസാനം കൊണ്ട് ചട്ടി ഉടയ്ക്കുന്ന ആസ്നൽ തന്നെയാണ്. കാരണം ഇപ്പം ഒരു കളി കളിക്കാതെ തന്നെ ഇപ്പം ലിവർപൂളിന് 11 പോയിന്റ് ലീഡുണ്ട്. ഇന്ന് അവർ വിജയിക്കുകയാണെങ്കിൽ 14 പോയിന്റ് ലീഡാവും. അതുപോലെ തന്നെ ഇനി 4 മത്സരം മാത്രം അകലെയാണ് ലിവർപൂളിന്റെ കിരീടം. അങ്ങനെ ഒരു ക്രേസി നൈറ്റ് ഇന്നലെ ഫുട്ബോളിൽ കടന്നുപോയത്. നമുക്ക് ആദ്യം റയൽ മാഡ്രിഡ് വലൻസിയ മത്സരത്തെ കുറിച്ച് തന്നെ പറയാം. 2-1 എന്ന സ്കോർ ലൈനാണ് വലൻസിയ വിജയിക്കുന്നത്. ഈ സീസണിലെ ആദ്യത്തെ എവേ മത്സര വിജയം. അതുപോലെ തന്നെ തുടർച്ചയായ 2ാമത്തെ മത്സരവും പെനാൽറ്റി പാഴാക്കുന്ന ബിനീഷ് എന്ന് പറയാം. തുടർച്ചയായ 2ാമത്തെ മത്സരത്തിലാണ് ഇപ്പം വിനീഷ്യസ് ജൂനിയർ പെനാൽറ്റി മിസ് ചെയ്യുന്നത്. കളിയുടെ ഒരു തുടക്കത്തിൽ 10ാമത്തെ മിനിറ്റിൽ എംബാപ്പയെ ഫൗൾ ചെയ്തതിനാണ് പെനാൽറ്റി വരുന്നത്. ആ പെനാൽറ്റി വിനീഷ്യസ് ആണ് ടേക്ക് ചെയ്യാൻ വന്നത്. അത് മർബദേഷ്വില്ല അത് വ്യക്തമായൊരു നീക്കത്തിലൂടെ അതിനെ സേവ് ചെയ്യുന്നുണ്ട്. കളിയുടെ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറാണ് ഇന്നലെ ഗോൺസാലസ് ആണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഡിഫൻഡിൽ ചുമേനിയും റൂഡിഗറുമായിരുന്നു. പിന്നെ ഫെറാൻ ടോറസും വാസ്കസും ഡിഫൻഡിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ വാൽവേർഡെ, ബെല്ലിംഗാം, മോഡ്രിച്ച് ആയിരുന്നു. അപ്പം അറ്റാക്കിൽ റോഡ്രിഗോ മാറിയോടെ ബ്രഹാം ഡിയാസ് ആണ് വന്നിരുന്നത്. അതുപോലെ തന്നെ എംബാപ്പയും വിനീഷ്യസുമായിരുന്നു. കളി കുറെ തവണ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കുറെ ഷോട്ടുകൾ കളിയുടെ എക്സ്പെക്ടഡ് ഗോൾ നോക്കുകയാണെങ്കിൽ അത് റയൽ മാഡ്രിഡ് തന്നെ മുൻതൂക്കം ഉണ്ടായിരുന്നു. 21 ഷോട്ടുകൾ അടിച്ചിട്ടുണ്ട്. അതിൽ 9 ഓൺ ടാർഗറ്റ് ആണ്. അതിൽ തന്നെ ലിവർപൂൾ എന്തുകൊണ്ടാണ് വലൻസിയയുടെ ഗോൾ കീപ്പർ റാഞ്ചി എന്നുള്ളതിനൊരു വ്യക്തമായ ഒരു ഉദാഹരണം ഇന്നലത്തെ കളിയിലൂടെ അദ്ദേഹം കാണിക്കുന്നുണ്ട്. കാരണം ഒരുപാട് സേവുകൾ, അതിൽ തന്നെ ഒരു കിടിലം സേവ്, വൽവേർഡയുടെ ഒരു ഷോട്ട്, ഒരു ടോപ്പ് കോർണറിലോട്ട് പോകും, പോസ്റ്റിന്റെ ടോപ്പ് കോർണറിലോട്ട് പോകുന്ന ആ ഷോട്ട് ഒരു സൂപ്പർ സേവിലോട്ടാണ് അദ്ദേഹം അത് തടുക്കുന്നത്. അങ്ങനെ കളിയിൽ വ്യക്തമായ ഒരു ആധിപത്യം റേമണ്ടിന് പുലർത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു 2 ഷോട്ട് മാത്രമേ വലൻസിയ ഓൺ ടാർഗറ്റ് അടിക്കുന്നുള്ളൂ. പക്ഷെ ആ 2 ഷോട്ടുകളും ഗോൾ ആവുന്നതാണ് ചെയ്യുന്നത്. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ വിനീഷ്യസ് പെനാൽറ്റി പാഴാക്കുന്നുണ്ട്. പക്ഷെ തിരിച്ച് വലൻസിയ ഒരു കോർണറിലൂടെ വലൻസിയയുടെ ക്യാപ്റ്റൻ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്. ലൊസൽസ് നേടിയ ഒരു കോർണറിൽ നിന്ന് ക്യാപ്റ്റൻ ദിയാഖാബിയാണ് 15ാമത്തെ മിനിറ്റിൽ വലൻസിയനെ മുന്നിലെത്തിക്കുന്നത്. എന്നാൽ അതിനുശേഷം റയൽ മാഡ്രിഡ് സമനില ഗോളിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. പക്ഷെ വലൻസിയയുടെ ഡിഫൻസ് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെ. അതുപോലെ തന്നെ ഗോൾ കീപ്പറിന്റെ 2-3 സേവുകൾ അവിടെ വരുന്നുണ്ട് ഫസ്റ്റ് ഹാഫിൽ തന്നെ. അതുപോലെ തന്നെ എംബാപ്പയാണ് കൂടുതലും അറ്റാക്കുകൾ റയൽ മാഡ്രിഡിന് വേണ്ടി ചെയ്യുന്നത്. ബ്രൈം ബിയാസ് ഒന്നും അധികം തിളങ്ങിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ 57 മിനിറ്റിൽ റോഡിഗ്രോ വരുന്നുണ്ട്. അപ്പോൾ തന്നെ ബെല്ലിംഗാമും അതുപോലെ തന്നെ വിനീഷ്യസ് ഒക്കെ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സെക്കൻഡ് ഹാഫ് തുടങ്ങി 50ാമത്തെ മിനിറ്റിൽ ഒരു കോർണർ നിന്നാണെന്ന് തോന്നുന്നു ആ ഗോൾ വരുന്നത്. വിനീഷ്യസിനെ മാർക്ക് ചെയ്യാതെ വിനീഷ്യസ് ഒരു സിമ്പിൾ ഫിനിഷിനോടാണ് വിനീഷ്യസ് ആ ഗോൾ നേടുന്നത്. ആ പെനാൽറ്റി മിസ് ചെയ്തതിന് പകരം അദ്ദേഹം ആ ഗോൾ നേടും. പക്ഷെ ആ പെനാൽറ്റി എടുക്കാമെന്ന് അതിന്റെ ക്വാളിറ്റിയെ സംബന്ധിച്ച് കഴിഞ്ഞ കളിയിൽ മിസ് നോക്കിയാൽ ഒരു ഷോട്ടിന് ഒരു ആക്യുറസി ഉണ്ടെന്നതിൽ പറയാം. പക്ഷെ ഇന്നലത്തെ ഷോട്ട് ഒരു പാഴ് ഷോട്ടെന്ന് വേണം പറയാം, ഇന്നലത്തെ പെനാൽറ്റി ടേക്കിംഗ്. അപ്പൊ അതിന് പകരം അദ്ദേഹം 50ാമത്തെ മിനിറ്റിൽ ഗോൾ നേടുന്നുണ്ട്. പിന്നെ അതിനുശേഷം റയൽ മാഡ്രിഡ് ഒരുപാട് അറ്റാക്കുകൾ ശ്രമിക്കുന്നുണ്ട്. ബെല്ലിംഗാമോ, അതുപോലെ തന്നെ എംബാപ്പയും, അതുപോലെ തന്നെ വാസ്കസും, അതുപോലെ തന്നെ വാൽവേർഡയും ഒരുപോലെ ഗോളിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഡിഫൻസ് കട്ടയ്ക്ക് നിന്ന് എന്ന് വേണം പറയാൻ. എന്നാൽ റയൽ മാഡ്രിഡിനെ ഞെട്ടിച്ചുകൊണ്ട് കളി അവസാനിക്കുക ഇഞ്ചുറി ടൈമിലെ 5ാമത്തെ മിനിറ്റിൽ വീണ്ടും ഒരു ഗോൾ, ഒരു കൗണ്ടർ അറ്റാക്കിൽ നിന്ന് വേണം ആ ഗോൾ വരുന്നതെന്ന് പറയാം. സൂപ്പർ ഗോൾ, ഡൂറയാണ് ആ ഗോൾ നേടുന്നത്. അവിടെ റയൽ മാഡ്രിഡ് ഡിഫൻസ് ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ റൂഡിഗർ സെന്റർ ഫോർവേഡായിട്ടാണ് കളിക്കുന്നതെന്ന് കാണാൻ സാധിച്ചിരുന്നത്. കാരണം
ബാക്ക് ലൈനിൽ പിന്നെ കമവിക, ഫെറാൻ ഗാർസിയയ്ക്ക് പകരം വരുന്നുണ്ട്. അതുപോലെ ഡേവിഡ് അലാബ വരുന്നുണ്ട്. അങ്ങനെ അലാബയ്ക്ക് ഈ സീസണൊക്കെ മറക്കേണ്ട ഒരു സീസണായി മാറുന്നത്. കാരണം ആ ലാസ്റ്റത്തെ ഗോൾ വരുന്നത് ഡിഫൻസ് ആയിക്കൂടി 2 പേര് മാത്രമേ ഡിഫൻസിലുണ്ടായിരുന്നു. ഒരു ബുള്ളറ്റ് അത് ഗോൾ കീപ്പർ ഗോൺസാലസിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ബുള്ളറ്റ് ഹെഡറായിരുന്നു അത്. അങ്ങനെ വലൻസിയ ഈ സീസണിലെ ആദ്യത്തെ എവേ മത്സരം വിജയം നേടുകയും റയൽ മാഡ്രിഡിന്റെ ബെർണാബയിൽ പോയാണ് വലൻസിയ വിജയം നേടുന്നത്. അങ്ങനെ റയൽ മാഡ്രിഡ് ലീഗിൽ തോറ്റിരിക്കുകയാണ് ഇന്നലത്തെ മത്സരത്തിൽ. അത് ബാർസലോണയ്ക്കെതിരെ വ്യക്തമായ ഒരു പ്രഷർ ചെലുത്തേണ്ട മത്സരം. പക്ഷെ എന്ത് ചെയ്യാം, ആ അവസരം റയൽ മാഡ്രിഡ് കളഞ്ഞു കുളിച്ചിട്ടുണ്ട്. മറ്റു മാച്ച് ബാർസലോണ മാച്ച് നോക്കിയെങ്കിൽ ബാർസലോണ റയൽ മാഡ്രിഡിന്റെ വ്യക്തമായ ഒരു ലീഡ് നേടേണ്ട ഒരു മത്സരമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യുക, ഇന്നലെ റയൽ മാഡ്രിഡുമായിട്ട് 1-1 സമനിലയാണ് അവർ പിരിഞ്ഞിട്ടുള്ളത്. ഗാവിയാണ് 7ാം മിനിറ്റിൽ ബാർസലോണയ്ക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്യുന്നത്. അതൊരു ഫെറാൻ ടോറസിന്റെ ഒരു അസിസ്റ്റിലാണ് ഗാവി ഗോൾ സ്കോർ ചെയ്യുന്നത്. അതിന് മുമ്പ് പെഡ്രിയുടെ ഒരു ഷോട്ട് അഡ്രിയാൻ സേവ് ചെയ്യുന്നുണ്ട്. പക്ഷെ അഡ്രിയ ഇന്നലെ 4-5 സേവുകൾ ഇന്നലെ മത്സരത്തിൽ നേടിയിരുന്നു. അതുപോലെ തന്നെ റയൽ ബെറ്റിസ് തിരിച്ച് ആ ഗാവി സ്കോർ ചെയ്യുന്ന ശേഷം ഒരു കോർണറിലൂടെ ലൊസൽസ് നേടുന്ന ഒരു കോർണറിലൂടെ നെറ്റ് റയൽ ബെറ്റിസിന് സമനില ഗോൾ നേടുന്നുണ്ട്. ആ ഒരു ഗോളിന് ശേഷം പിന്നെ ബാർസലോണ ഒരുപാട് തവണ ശ്രമിക്കുന്നുണ്ട് ഗോളിന് വേണ്ടി, പക്ഷെ അതൊന്നും ഫിനിഷിലോട്ട് എത്തുന്നില്ല. അത് അഡ്രിയാന്റെ സേവുകൾ, അതുപോലെ തന്നെ റയൽ ബെറ്റിസ് ഡിഫൻസ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ബാർസലോണ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ഇന്നലെ അറോജയും അതുപോലെ തന്നെ കുബാർസിയുമായിരുന്നു ഡിഫൻസിൽ ഉണ്ടായിരുന്നത്. റൈറ്റ് ബാക്കായിട്ട് കൂണ്ടയും ലെഫ്റ്റ് ബാക്കായിട്ട് ബ്രൈഡുമായിരുന്നു. അതുപോലെ തന്നെ മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഡിയോങ്ങും പെഡ്രിയും പിന്നെ ഗാവിയുമായിരുന്നു മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നത്. പിന്നെ റാഫിനിക്ക് പേര് അവിടെ ഫെറാൻ ടോറസ് ആയിരുന്നു. ലെവൻഡോസ്കി ആയിരുന്നു സെന്റർ ഫോർവേഡ് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലാമിൻ യമാൽ ആയിരുന്നു ഇന്നലെ ഫസ്റ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ബാർസലോണ കുറെ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു ഗോളിലേക്ക് ഒരുപാട്. കാരണം ഫ്ലുവൻ്റ് ആയിട്ട് ബാർസലോണ കളിച്ചിട്ടുണ്ടിരുന്നത് 75% പൊസഷൻ, 74% പൊസഷൻ ബാർസലോണ കീപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ കുറെ ഷോട്ട് 15ഓളം ഷോട്ടുകൾ ബാർസലോണ അടിക്കുന്നുണ്ട്. കുറെ ആക്രമിച്ച് കുറെ ഒന്ന് പുഷ് ചെയ്ത് കളിക്കുന്നുണ്ട്. പക്ഷെ റയൽ ബെറ്റിസിന്റെ ഡിഫൻസ് ഇന്നത്തെ കളി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ. അതുപോലെ തന്നെ റയൽ ബെറ്റിസിന് റയൽ ബെറ്റിസ് ലീഗ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ മൊമെന്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ടീമാണ് റയൽ ബെറ്റിസ്. അവർക്കെതിരെ എന്തായാലും സമനിലൊരു ബെറ്റർ റിസൾട്ട് തന്നെയാണ്. അപ്പം അവരെ ഇന്നലെ എന്താ പറയുക 6 ഷോട്ട് മാത്രമേ അവർക്ക് ഇന്നലെ അടിക്കാൻ സാധിച്ചു. അല്ലെങ്കിൽ 2 എണ്ണം മാത്രമേ ഓൺ ടാർഗറ്റ്, അതിലാണ് ഒരു ഗോൾ കോർണറോടെ വരുന്നത്. കുറേ മുന്നേറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ പെഡ്രി ആയിരുന്നാലും ലാമിൻ യമാൽ കോമ്പിനേഷൻ, കോണ്ടയും തമ്മിലുള്ള കോമ്പിനേഷനിലൊക്കെ കുറച്ച് നല്ല മൊമെന്റ് ഉണ്ടായിരുന്നു. കോണ്ടയിൽ ഒരു സൂപ്പർ ഷോട്ട് അഡ്രിയാൻ സേവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഷോട്ട് ലെവൻഡോസ്കി ഇന്നലത്തെ കളി അത്രയും തിളങ്ങാൻ അദ്ദേഹം കൊണ്ട് സാധിച്ചില്ല എന്ന് വേണം പറയാം. അതുപോലെ തന്നെ ഫെറാൻഡോന്റെ ഒരു അസിസ്റ്റ് ഒഴിച്ച, പക്ഷെ അദ്ദേഹത്തിന് ഇന്നലത്തെ കളിയിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പൊ 2-3 ഹാഫ് ചാൻസുകൾ വരുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഫെറാൻഡോറസിനെ മാറി അവിടെ റാഫിനെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കളിയുടെ അവസാനത്തെ മിനിറ്റ് ഫെർമിൻ ലോപ്പസിന് ഒരു ചാൻസ് വരുന്നുണ്ട്, ആ ഒരു ക്രോസ്. പക്ഷെ അദ്ദേഹത്തിന് അഡ്വാൻസ് ആവാൻ അവിടെ സാധിക്കുന്നില്ല. അതൊരു ക്ലിയർ ചാൻസ് തന്നെയായിരുന്നു. കാരണം ഒരു നല്ലൊരു ക്രോസ് ആയിരുന്നു. അദ്ദേഹം ഒരു അല്പം കൂടെ അഡ്വാൻസ് ചെയ്ത് കറക്റ്റ് ഗോൾ സ്കോർ ചെയ്ത് എന്തായാലും ബാർസലോണ 2-1 വിജയിക്കാമായിരുന്നു. അതുപോലെ തന്നെ പെഡ്രി ഇന്നലെ ഓക്കെയാണ്. പക്ഷെ എങ്കിലും തുടർച്ചയായ കളികൾ അദ്ദേഹത്തിന്റെ ടയർഡ്നെസ് അവിടെ വരുന്നുണ്ട്. കാരണം തുടർച്ചയായിട്ടാണ് അദ്ദേഹം എല്ലാ കളികളിലും ഓപ്പണിംഗ് ലൈനപ്പിൽ അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പെഡ്രിനെ അവിടെ മാറ്റുന്നു. അതുപോലെ തന്നെ ഡിയോങ്ങിനെ മാറ്റി അവിടെ ഫെർമിൻ ലോപ്പസ് ഒക്കെ വരുന്നുണ്ട്. ചേഞ്ചസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിലും കളി ഇനിയിപ്പം 3 ദിവസം കഴിഞ്ഞ് ഡോർട്ട്മുണ്ടുമായിട്ട് അടുത്ത് ചാമ്പ്യൻ ലീഗ് മത്സരമുണ്ട്. അപ്പം അങ്ങനെ കൺജസ്റ്റ് ആയിട്ടുള്ള കളികളാണ് വരുന്നത്. അപ്പം ബെറ്റർ റിസൾട്ട് തന്നെയാണ്. പക്ഷെ എങ്കിലും വിജയിച്ചിരുന്നെങ്കിൽ ഒരു 6 പോയിന്റ് എന്ന വ്യക്തമായ ലീഡ് ബാർസലോണയ്ക്ക് നേടാമായിരുന്നു. അങ്ങനെ ടൈറ്റിൽ റേസ് വീണ്ടും ഒരു അല്പം കൂടെ കടുപ്പത്തിലോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ വരുന്ന കളിയിലൊക്കെ ഇരു ടീമുകൾക്കൊക്കെ എന്താ പറയുക, ഇനിയിപ്പോൾ എൽ ക്ലാസിക്ക് വരെ ബാർസലോണയ്ക്കായിരുന്നു റയൽ മാഡ്രിഡിനായാലും എല്ലാ കളികളും മെച്ചപ്പെട്ട റിസൾട്ട് നേടാൻ സാധിച്ചാൽ പിന്നെ ലീഗിൽ നിന്ന് പോയിന്റ് ഒക്കെ ഡ്രോപ്പ് ചെയ്ത് പിന്നെ ലീഗ് കൈവിടുന്ന കാഴ്ചകളൊക്കെ കാണേണ്ടി വരും. അങ്ങനെ സൂപ്പർ മാച്ചാണ് ഇന്നലെ ലലീഗ കഴിഞ്ഞു പോയത്. അപ്പൊ മറ്റൊരു മാച്ച് നോക്കുകയാണെങ്കിൽ ആർസണൽ ഗീവ് അപ്പ് ചെയ്തിരുന്നു. എങ്കിലും ഇന്നലത്തെ കളി തോറ്റി വീണ്ടും ടൈറ്റിൽ റേസ് പൂർണ്ണമായി ലിവർപൂൾ എടുത്തു. ലിവർപൂൾ തന്നെയാണെന്ന ഒരു സ്ഥിതി അവിടെ വരുന്നുണ്ട്. എങ്കിലും ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു ആർസണൽ വീണ്ടും തിരിച്ചു വരും, ലിവർപൂൾ പോയിന്റ് ഡ്രോപ്പ് ചെയ്താലോ എന്നൊക്കെ ഒരു ചെറിയൊരു ഹോപ്പ് എന്തായാലും ആർസണൽ ഫാൻസിന് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇന്നലത്തെ കളിയുടെ എല്ലാം അവസാനിച്ചു. ഇനിയിപ്പോൾ ലിവർപൂൾ ഒരു 4 കളി, ഇന്ന് അവർ വിജയിക്കണമെങ്കിൽ 3 കളി മാത്രം അകലെ ലിവർപൂളിന് കിരീടം നേടാം. അങ്ങനെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും ഇന്ന് നല്ല മത്സരങ്ങളാണ് ഉള്ളത്. ഇന്നിപ്പം മാഞ്ചസ്റ്റർ സിറ്റി തമ്മിലുള്ള ഡെർബി ഉണ്ട്, ലിവർപൂളിന്റെ മത്സരമുണ്ട്. അങ്ങനെ സൂപ്പർ മാച്ചുകളാണ് ഇന്ന് വരാൻ കിടക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരിക്കും നമസ്കാരം.